കഴിഞ്ഞ ഒരു കുറേ കാലമായിട്ട് മലയാളിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മലയാള സാംസ്കാരിക സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഇപ്പം എല്ലാവർക്കും കുറെ കൂടി പരിചിതമാകുന്നത് കൈരളി ടെലിവിഷനിലെ മാമ്പഴം എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ്. അത് കാണുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം കവിതകളെക്കുറിച്ച് പറയുമ്പോൾ കവിതകൾ എത്രമാത്രം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന്. എന്തായിരുന്നാലും സ്വാഗതം നമ്മുടെ ഹിറ്റ് എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിലേക്ക്. അങ്ങ് വന്നിരിക്കുന്നത് പൊന്നാനി MES കോളേജിന്റെ ഒരു പരിപാടിക്കാണ്. അതെ അതെ, MES കോളേജിലാണ് പഠിച്ചത്. അതെ. എല്ലാവരും ഈ കോളേജിൽ പഠിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ കോളേജിന്റെ ഒരു ഫംഗ്ഷനിലേക്ക് പോവാണ്. അതൊരു ശരിക്കും ഒരു വേറിട്ടൊരു അനുഭവമാണ്. കാരണം നമ്മൾ പഠിച്ചിരുന്ന ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു സമ്മേളനം വിളിക്കുന്നു, അതും മറ്റൊരു രാജ്യത്തിരുന്നുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുക. അപ്പൊ എന്തായിരുന്നാലും പഴയ കാലത്തെ ഒരു അനുഭവം അങ്ങ് പങ്കുവയ്ക്കും. അവിടെ പറയുന്നത് അവിടെ നടന്നോട്ടെ. എന്നാലും നമുക്ക് സ്റ്റുഡിയോയിൽ പൊന്നാനി MES കോളേജിനെ കുറിച്ചൊന്ന് പറയാം. പൊന്നാനി MES കോളേജ് പൊന്നാനി പോലെ തന്നെയാണ്. പൊന്നാനി പോലെ എന്ന് പറഞ്ഞാൽ പൊന്നാനി ഒരു തുറന്ന സംസ്കാരമാണ്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളെയും ഏറ്റെടുത്ത ഭാരതത്തിന്റെ ഒരു ഹൃദയം പൊന്നാനിയിലുണ്ട്. പൊന്നാനിയിൽ വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങളുടെ അടയാളങ്ങളൊക്കെ നിറഞ്ഞ കടലിന്റെ തീരത്തുള്ളൊരു തുറന്ന പുരാനഗരമാണ്. ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഒരു അഴിമുഖമാണ്. ആ അഴിമുഖത്താണ് കോളേജ്, കടൽ തീരത്ത്. ഇപ്പൊ പൊന്നാനി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി സൂക്ഷിച്ചൊരു സംസ്കൃതിയുടെ വാതിലാണ് കോളേജ് ഞങ്ങൾക്ക് തുറന്നിട്ട് തന്നത്. നിഷ്കളങ്കമായൊരു കോളേജ്, ഒരു പ്രൈമറി വിദ്യാലയം പോലെ ചെവിക്ക് പിടിച്ച് ശിക്ഷിക്കുന്ന പ്രിൻസിപ്പലുള്ള ഒരു കോളേജ്. വളരെ പ്രാകൃത വിശുദ്ധിയും നിഷ്കളങ്കതയുമുള്ള ആ കോളേജിലാണ് ഞാൻ 5 കൊല്ലം പഠിച്ചത്. അപ്പൊ അവിടുത്തെ ഓർമ്മകൾ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവും. അവിടുത്തെ നിഷ്കളങ്കരായ അധ്യാപകർ, ഒരു കലർപ്പുമില്ലാത്ത മനുഷ്യർ, നല്ല നാട്ടുമലയാളം പറയുന്ന ആളുകൾ, കടപ്പുറത്തെ ജീവിതം. അതുകൊണ്ട് കാപട്യങ്ങളും നാട്യങ്ങളും കൃത്രിമത്വവുമില്ലാത്ത കടലുപോലെ തുറന്നു കിടന്ന നിളാനദി വന്ന് അറബിക്കടലിൽ ചേരുന്ന ചരിത്രപ്രസിദ്ധമായ അഴിമുഖമുള്ള ഉറൂബിനെ പോലെ, ഇടശ്ശേരിയെ പോലെ, എം ഗോവിന്ദനെ പോലെ, കടവനാട് കുട്ടിഷ്ണനെ പോലെ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെ, വെളിയങ്കോട് മർഖാസിയെ പോലെയൊക്കെ ചരിത്രപുരുഷന്മാരായ സാംസ്കാരിക നായകന്മാർ ചരിത്രത്തെ ഉണ്ടാക്കിയ ഒരു സ്ഥലം. അപ്പൊ ആ സ്ഥലത്തെ ഒരു കോളേജ് ആവുമ്പോൾ ആ കോളേജിന് ഉണ്ടാവേണ്ടിയിരുന്ന എല്ലാ നന്മകളും ആ കലാലയത്തിനുണ്ടായിരുന്നു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ പൊന്നാനി MES കോളേജിലെ കുട്ടികൾ ദുബായിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ പഴയൊരു തറവാട്ടിലേക്ക് ഞാൻ പോകുന്നത് പോലെയാണ്. ഞങ്ങൾ ഭാഗം പിരിഞ്ഞു പോയവരല്ല, സ്നേഹിച്ച് തീരാതെ ജീവിതത്തിന്റെ പല പല പ്രാരാബ്ധങ്ങളാൽ പലയിടങ്ങളിലേക്ക് നയിക്കപ്പെട്ട മനുഷ്യരാണ്. അപ്പൊ എന്റെ സഹോദരന്മാരും സഹോദരിമാരും വിളിക്കുന്നു എന്ന് തന്നെയാണ് ആ ഒരു വിളിയുടെ സുഖമുണ്ട്. വാസ്തവത്തിൽ എത്ര തിരക്കുകളിൽ പെട്ടുപോയാലും, ഏത് നാഗരികതയിൽ പെട്ടുപോയാലും സ്നേഹം വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് പോലെ ഒരു ഉമ്മയുടെ മടിത്തട്ടിലേക്ക്, ഒരു മാതാവിന്റെ മടിത്തട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും ഓടിയെത്തുന്നതിൻ്റെ ഒരു സന്തോഷം അതെന്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ഇങ്ങോട്ട് യാത്ര ക്ലേശിച്ച് വരുമ്പോഴും ഈ ഒരു സന്തോഷം ദുബായിൽ ഈ മണലാരണ്യത്തിന്റെ നടുക്ക് അവർ പഴയൊരു പൊന്നാനി കലാലയം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾ നിറഞ്ഞ ചില വഴികളിലൂടെയാണ് തിരിച്ചു വരുന്നത്. ഈ തിരിച്ചുപോക്ക് വാസ്തവത്തിൽ മുന്നോട്ട് പോക്ക് തന്നെയാണ്. അങ്ങയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ പലരും ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഈ തുഞ്ചൻ പറമ്പിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അക്ഷരദിനത്തിന്റെ അന്ന്, വിദ്യാരംഭത്തിന്റെ അന്ന് ഹിറ്റ് എഫ്എമ്മിലൂടെ രാവിലെ വളരെ നിർഗളം എന്ന് പറയാം ഈ തുഞ്ചൻ പറമ്പിന്റെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സംസ്കൃതി, നമ്മുടെ പൈതൃകം, ഇതുപോലെ നമ്മുടെ അക്ഷരത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഇതൊക്കെ ഇങ്ങനെ ഇടമുറിയാതെ പറയാൻ കഴിയുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. നമ്മുടെ ഒരുപാട് പേര് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് കുറേ സംസാരിക്കുക. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, തുഞ്ചൻ പറമ്പിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന അവസരത്തിലാണ് വളരെ വിശാലമായിട്ട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകും. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇതിന്റെ ഒരു പാരമ്പര്യം, പൈതൃകം എന്നൊക്കെ നമുക്കതൊക്കെ സംസാരിക്കണം. പ്രത്യേകിച്ചും അങ്ങയുടെ മിക്ക പുസ്തകങ്ങളും അത്തരത്തിൽ നമ്മുടെ നാട്ടറിവുകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അങ്ങയുടെ കവിതകളിലായിരുന്നാലും അത് ഏറ്റവും കൂടുതൽ മലയാളത്തിന്റെ അല്ലെങ്കിൽ കൈരളിയുടെ, കേരളത്തിന്റെ എല്ലാ നാട്ടറിവുകളും ഭാഷയെയും സംസ്കാരത്തെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ ആദ്യമേ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഏകാന്തം എന്ന് പറയുന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. കാരണം മധു കൈതപ്രം സംവിധാനം ചെയ്ത ആ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. തിളക്കത്തിന്റെ കഥയും അങ്ങയുടേതാണ് അല്ലേ? ഏകാന്തം എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് ഞാൻ പറയാം. അതിന്റെ ആ സിനിമ കാണാത്തവർ പക്ഷെ അതിന്റെ പാട്ട് കേട്ടിട്ടുണ്ടാവും. ആ പാട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. എന്തായാലും ആ സിനിമയെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാം. അതിന്റെ പാട്ട് ചെറുതായിട്ടൊന്ന് കേട്ടിട്ടല്ലേ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം,
മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം, കയ്യെത്തും ദൂരെ. വരികൾ പോലെ തന്നെ ആ സിനിമയും ഇത് തന്നെ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ തീക്ഷ്ണമായ കഥ പറഞ്ഞതാണ് ഏകാന്തം എന്ന് പറയുന്ന സിനിമ. ശരിക്കും അതിനകത്തുള്ള ചില സംഭാഷണങ്ങൾ, അതിന്റെ കഥയുടെ ഒരു ഗതി തന്നെ ഈ രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത പറയുന്നതാണെങ്കിൽ കൂടിയും മറ്റു ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് കഥയോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന, നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില വിചാരങ്ങളുണ്ട്. അതിനകത്ത് ഓരോന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഈ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള കഥയിൽ അവരുടെ സംഭാഷണത്തിൽ ആദ്യം സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അതായത്, നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ട്, ശ്രീ എം ടി വാസുദേവൻ നായർ പലപ്പോഴും എഴുതിയതുപോലെ എന്തൊക്കെയോ തിരക്കിൽപ്പെട്ട് അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ ഏറ്റവും ഒടുവിൽ തിരിച്ചെത്തുന്നത്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതുപോലെ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതിൽ അങ്ങനെ ഒരു സംഭാഷണം തന്നെ പറയുന്നുണ്ട്. ആ സംഭാഷണത്തിലേക്ക് വന്നതിന് ശേഷം ഏകാന്തത്തിന്റെ മറ്റു വിശേഷങ്ങൾ പറയാം. അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു സംഭാഷണം. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് കഞ്ഞി വെച്ചു വയ്ക്കും. 3 നേരവും അത് തന്നെ. ഏട്ടന് ശീലം ഉണ്ടാവില്ല. ഞാനിതുവരെ കുടിച്ചതല്ലേ. നീ ഇരിക്ക. ആ, അമ്മയെ ഓർമ്മ വരിക. ഒഴുങ്ങിയ ഉന്നലിനും കുത്തരി കഞ്ഞിക്ക് അമ്മയുടെ മണമാണ്. എന്നിട്ടും മരിക്കണേന് മുമ്പൊന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. ശരിയാ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 10 ദിവസം കൂടെ കൊണ്ടുപോയി നിർത്താമായിരുന്നു. ഡൽഹിയിലോ അമേരിക്കയിലോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അമ്മയും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്. കാരണവന്മാര് പറയാറില്ലേ, 3 അക്ഷരവും ഒരു മുറുക്കും, ഗുരുത്വം. പണവും പ്രതാപവും ഉണ്ടായതുകൊണ്ട് ഗുരുത്വം കിട്ടിക്കൊള്ളണമെന്നില്ല. മരിക്കണേന് മുമ്പ് അമ്മ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടായോ? ബാക്കിയുള്ളവർ ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അച്യുതാ അച്യുതാ എന്നുള്ള നാമമായിരുന്നു അവസാന ശ്വാസം വരെ. എവിടെ ചെന്നിട്ടാ ഞാൻ ഈ കടങ്ങളൊക്കെ തീർക്കുക? ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒക്കെ ഓരോരുത്തരുടെ യോഗ. ഞാൻ ഈ ഡയലോഗ് നമ്മുടെ ശ്രോതാക്കൾക്ക് വിട്ടുതരികയാണ്. തുടക്കത്തിൽ ഇത് ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സങ്കടം, ഒരു വേദന ബാക്കിയാവുന്നുണ്ടെങ്കിൽ, സ്വന്തം അമ്മയെക്കുറിച്ചിട്ടുള്ള വേദന ബാക്കിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭാഷണം. എന്തായാലും ഏകാന്തം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല 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 സംഭാഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട്. എങ്ങനെയാണ് ഏകാന്തത്തിൻ്റെ കഥ മധു കൈതപ്രം എന്ന് പറയുമ്പോൾ ആ കഥ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് എടുക്കുകയായിരുന്നു? അത് അങ്ങയുടെ ചില അത് മധു പറയുന്നത് 2 സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് മാത്രമാണ്. അതിൻ്റെ ഒരു പ്രമേയം പറഞ്ഞു. അവസാനം ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവർ വീണ്ടും സംയോജിക്കുമ്പോൾ അവർക്ക് തമ്മിലുണ്ടാവേണ്ടുന്ന വൈകാരികമായ 2 സഹോദരന്മാർ തമ്മിലുള്ള പ്രണയം എന്നാണ് മധു എന്ന് പറഞ്ഞത്. ആ പ്രണയം എന്ന വാക്കിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. വളരെ ദീർഘമായിട്ട് കഥ മധു പറഞ്ഞിട്ടില്ല. അപ്പം ഞാനത് വള്ളുവനാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നിട്ടാണ് ചെയ്ത ആ കഥയെ. രോഗാവസ്ഥയിൽ അകപ്പെട്ടു പോയ അനുജൻ മക്കളുണ്ടായിട്ട് അനാഥനാണ്. മക്കളില്ലാത്തതുകൊണ്ട് അനാഥനായ ജ്യേഷ്ഠൻ ഭാര്യ മരിച്ചപ്പോൾ അനാഥനായി. മനുഷ്യന്റെ അനാഥത്വം എന്നൊരു പ്രമേയം ഇതിനകത്ത് പ്രധാനമാണെന്ന് തോന്നിയത് അതുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രമേയമാണ് മനുഷ്യന്റെ അനാഥത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ് സത്യം. മനുഷ്യൻ ആത്യന്തികമായി ഒറ്റയ്ക്കാണ്. വളരെ പാവമായ ഒരാളാണ് ഈ മനുഷ്യൻ. ഏതൊക്കെ പേരിൽ, എന്തൊക്കെ അഹങ്കാരത്തിൽ, ഏതൊക്കെ ആയുധയുടെ ബലത്തിൽ, എത്ര ധനത്തിൽ, എത്ര വെട്ടിപ്പിടിക്കലുകളിൽ വിജയിയാണെന്ന് സ്വയം ഭാവിച്ചാലും ഏറ്റവും ഏകാന്ത വിജനമായ ഏതോ നടക്കാവിൽ നഗ്നനായി ഉത്താനപാതനായി നിൽക്കുമ്പോൾ താൻ ആരുമല്ല, താൻ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവും. ആ ഒറ്റപ്പെടലിന്റെ മാനസികാവസ്ഥയാണ് ഇതിലുടനീളമുള്ളത്. സത്യത്തിൽ ഷാബു ശരിക്കും എൻ്റെ മർമ്മത്ത് പിടിച്ചു എന്ന് പറയും. ഞാൻ എന്താണോ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. കാരണം ഇതെനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഞാൻ FM-ലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്രത്തോളം വിചാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ഷാബുവിനോട് എനിക്ക് കടപ്പാടുണ്ട്. കാരണം ഈ അമ്മ തന്നെയാണ് സത്യം. നേരത്തെ പറഞ്ഞല്ലോ, സത്യം എന്ന് ഞാൻ ആവർത്തിക്കുന്നത്, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ, ഉമ്മ, അമ്മച്ചി എന്നൊക്കെ പേരിട്ട് വിളിച്ച ഈ പെറ്റ മാതാവ്
10 മാസം കൊണ്ടു നടന്ന ആ അമ്മയ്ക്ക് ഇന്ത്യ എന്ന് പേരുണ്ട്. 110 കോടി മനുഷ്യരെ പ്രസവിച്ച അമ്മ. ആ അമ്മയ്ക്ക് മറ്റു പല രാജ്യങ്ങൾ, ഇവിടെയാണെങ്കിൽ ദുബായ് എന്ന് പേരുണ്ടാവും. ഈ മക്കൾ അനാഥരാകുന്നത് അമ്മ സഹിക്കുന്നില്ല ഒരിക്കലും. അതുകൊണ്ടാണ് എല്ലാം നോക്കിയിട്ടും അച്യുത എന്ന് ജപിച്ച് മരിച്ചുപോയ ഒരമ്മ ആ അമ്മയോടുള്ള കടം വീട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഇത് ആധുനിക മലയാളിയുടെ മനസ്സിലെ ഒരു കാലത്തും തീരാത്ത കടമാണ്. ഇടശ്ശേരി ഒരിക്കലും എഴുതിയിട്ടുണ്ട്, എനിക്കും ഒരു മാതുണ്ടായി പണ്ട്, എന്നെ നൃപന്നു കൊടുത്തപ്പോൾ കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കോന്തലയ്ക്കൽ ഉടക്കിയവൾ, അവൾക്ക് കുളിരിന് കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ ഒരട്ടി മണ്ണ് പുതച്ച് കിടപ്പൂ, വീടാ കടമേ മമ ജന്മം. വിൽക്കേണ്ടി വന്നു മകനെ. വിൽക്കേണ്ടി വന്നപ്പോൾ കിട്ടിയ പണം ഈ കോന്തലയ്ക്കൽ ഉടക്കിയിട്ട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും ആവശ്യം വരും. വിൽക്കേണ്ടി വന്നതാണ്, വിൽക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. വിട്ടയക്കേണ്ടി വന്നതാണ് ദുബായിലേക്കും അബുദാബിയിലേക്കും മണലാരണ്യങ്ങളിലേക്കും കാണാദൂരങ്ങളിലേക്കും. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. വിട്ടയക്കേണ്ടി വന്ന അമ്മ പക്ഷേ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ആ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരട്ടി മണ്ണ് പുതച്ച് കിടക്കുന്നു, അവൾക്കൊരു കമ്പിളി കൊണ്ടുപോകണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ ഇടശ്ശേരി പറഞ്ഞത് മാനവ വംശത്തിന്റെ ദുഃഖമാണ്. ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ചാടിയ നിമിഷം മുതൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയുണ്ട്. ഗർഭപാത്രത്തിൽ ഇരുന്നത് പോലെ സുരക്ഷിതമായിട്ടൊരു ജീവനും ലോകത്ത് എവിടെ ഇരിക്കുന്നില്ല. നമുക്ക് എത്ര ആധുനിക സജ്ജീകരണങ്ങൾ, എത്ര എയർ കണ്ടീഷൻഡ്, എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്താലും ജീവന്റെ ഏറ്റവും സുരക്ഷിത സ്ഥാനം അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ നിന്ന് പുറത്ത് പടർന്നു പോകുന്ന മനുഷ്യന്റെ ഈ ആത്യന്തിക വിഹ്വലത എന്നെ വേട്ടയാടിയ ഒരു വിഷയമാണ്. ഒരുപക്ഷെ അത് മരണം വരെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് പ്രമേയം എടുക്കുമ്പോഴും ഇതിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഏകാന്തത്തിലും ഞാൻ കണ്ട മർമ്മം അതാണ്. ഒറ്റപ്പെടുന്ന 2 സഹോദരന്മാർ അവസാനം പരസ്പരം താങ്ങുകയാണ്. ഒരാൾ വിചാരിക്കുന്നത് എന്നെ ഏട്ടൻ താങ്ങുന്നു എന്നാണ്, ഏട്ടൻ വിചാരിക്കുന്നത് അനുജനാണ് എന്നെ താങ്ങുന്നതാണ്. അങ്ങനെ പാരസ്പര്യത്തിലൂടെ ഒരു താങ്ങലുണ്ട്. ഇത് എല്ലാ ദർശനങ്ങളും പറയാൻ ശ്രമിച്ചതാണ്. വിശുദ്ധ ഖുറാനിൽ അടിവരയിട്ട് പറയുന്ന ഒരു വചനം, മനുഷ്യരെ, നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ മതങ്ങളിൽ നിന്നും ഇങ്ങനെ കൊട്ടേഷൻസ് പറയാൻ പറ്റും. അത് ആ ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇത് മാനവരാശിയുടെ ഒരു ആദിബോധമാണ്. ഈ ആദിബോധത്തിൽ നിന്ന് നാം എത്രത്തോളം അകന്നു പോകുന്നുവോ അത്രത്തോളം നമുക്ക് ഭൗതിക സംഘർഷങ്ങൾ, വേദനകൾ, യാതനകൾ ഉണ്ടാവും. അപ്പം മടങ്ങിപ്പോകാനുള്ള പുന്നലിൻ്റെ മണവും പുത്തിരിച്ചോറിൻ്റെ മണവുമുള്ള, ഉള്ളിച്ചമ്മന്തിയുടെ മണമുള്ള, കഞ്ഞിയിൽ സ്നേഹം ചേർത്ത് വിളമ്പിത്തരുന്ന ഒരു അമ്മയോ ഉമ്മയോ ഉണ്ടെന്ന് ഓർക്കലാണ് സത്യം. ആ സത്യം ഉണ്ടായാൽ ഒരിക്കലും മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി ആയുധമെടുക്കാൻ സാധിക്കില്ല. തീർച്ചയായും ബോംബ് പ്രയോഗിക്കാൻ സാധിക്കില്ല. ആയുധം പ്രയോഗിക്കും മുമ്പ് തളർന്നു പോകും. അവനെ കാത്ത് ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്, ഒരു അമ്മച്ചി ഇരിക്കുന്നുണ്ട്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഇത് മാതൃസ്നേഹത്തോടുള്ള ഒരു പ്രമേയം മാത്രമായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത മാത്രമല്ല ഇതിൽ പ്രകടമാക്കുന്നത്. പകരം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഘട്ടത്തിൽ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് അഹങ്കരിച്ച മനുഷ്യൻ പറയുന്നത്, താൻ കണ്ടതൊന്നും ആയിരുന്നില്ല ലോകം, താൻ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മുങ്ങിക്കുളിച്ച ആ പുഴയിൽ ഒരിക്കൽ കൂടി മുങ്ങിക്കുളിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഗംഗയിലും ഗംഗോത്രിയിലും ബദരീ തീർത്ഥത്തിലും മുങ്ങിക്കുളിച്ചിട്ടുണ്ട് ഞാൻ. പല മഹാക്ഷേത്രങ്ങളിലും തൊഴുതിട്ടുണ്ട്. പക്ഷെ ഒന്നിപ്പോ ബോധ്യായി, സ്വന്തം വീട്ടുതൊടിയിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് തട്ടകത്തെ അമ്പലത്തിൽ തൊഴുതാ കിട്ടുന്ന സമാധാനം അവിടെ നിന്നൊന്നും കിട്ടില്ല. അതറിയാൻ ഇത്രയേറെ വൈകിയല്ലേ? നീ എന്തായി കാണിക്കുന്നേ? കുറച്ച് രാസനാദിപ്പൊടി തിരുമ്പിയതാ കേട്ടാ. കുളത്തിൽ കുളിച്ചതല്ലേ, നീരിറങ്ങണ്ട. ഇന്ന് നീ രാമായണം വായിച്ചില്ലല്ലോ. വായിക്കാനിരുന്നതാ. പകുത്തു നോക്കിയപ്പോ കിഷ്കിന്ധാകാന്ഡം, ബാലി സുഗ്രീവന്മാരുടെ കഥ അടക്കി. രാജ്യവും അധികാരവും കിട്ടുമെന്നായപ്പോ സ്വന്തം ഏട്ടനെ ബലി കൊടുക്കുക കഷ്ടം. ആ വാനരങ്ങളല്ലേ, മനുഷ്യരുടെ ബുദ്ധി അവയ്ക്കുണ്ടാവില്ലല്ലോ.